ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പീക്ക് ടൈം ലേണേഴ്സ്. ഈ വീഡിയോയിൽ ഡിഫറെൻറ്റ് പ്രോജക്റ്റ് ടൈപ്സ് അതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു പ്രോജക്റ്റിനെ 3 ടൈപ്സ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്: ഓർഗാനിക്, സെമി ഡിറ്റാച്ച്ഡ് ആൻഡ് എംബഡഡ്. ഇതിൽ ഓർഗാനിക് എന്ന് പറയുമ്പോൾ ആ പ്രോജക്റ്റിൻ്റെ സൈസ് 2 KLOC ടു 50 KLOC ആയിരിക്കും. അതായത് 2 കിലോ ലൈൻസ് ഓഫ് കോഡ് തൊട്ട് 50 KLOC വരെ ഉള്ളത് ഓർഗാനിക്കിൽ വരുന്ന ഒരു പ്രോജക്റ്റാണ്. ആൻഡ് ഇതിൽ റിക്വയർമെൻറ്റ്സ് എല്ലാം സ്മോൾ ആയിരിക്കും. കുറച്ച് റിക്വയർമെൻറ്റ്സേ അതിൽ കാണത്തുള്ളൂ, ഫ്യൂ റിക്വയർമെൻറ്റ്സേ കാണത്തുള്ളൂ. പിന്നെ പ്രോജക്റ്റും ചെറുതായിരിക്കും ആൻഡ് അതിലുള്ള ടീം സൈസും ചെറുതായിരിക്കും. ആൻഡ് ആ ടീമിലുള്ള എല്ലാവരും എക്സ്പീരിയൻസ്ഡ് പേഴ്സൺസ് ആയിരിക്കണം. സെക്കൻഡ് ടൈപ്പാണ് സെമി ഡിറ്റാച്ച്ഡ്. സെമി ഡിറ്റാച്ച്ഡ് എന്ന് പറയുന്നത് കോംപ്ലക്സ് പ്രൊജക്റ്റും അല്ല, അതേ ടൈം സിമ്പിൾ പ്രൊജക്റ്റും അല്ല, ഒരു ആവറേജ് ലെവലിൽ നിൽക്കുന്നതാണ് സെമി ഡിറ്റാച്ച്ഡ്. ആൻഡ് ഇതിൽ ഡിഫറെൻറ്റ് റിക്വയർമെൻറ്റ്സ് കാണും. സോ ഈ ഒരു പ്രോജക്റ്റിൽ എക്സ്പീരിയൻസ്ഡ് പേഴ്സൺസും കാണും, പിന്നെ ഫ്രഷ് ടീം മെമ്പേഴ്സും കാണും. ഈ സെമി ഡിറ്റാച്ച്ഡ് ടൈപ്പ് ഓഫ് പ്രോജക്റ്റിൽ 50 to 300 കിലോ ലൈൻസ് ഓഫ് കോഡ് വരെയാണ് ഇതിൻ്റെ സൈസ് വരുന്നത്. പിന്നെ ഉള്ള തേർഡ് ടൈപ്പാണ് എംബഡഡ്. എംബഡഡ് എന്ന് പറയുന്നത് കോംപ്ലക്സ് ലാർജ് സൈസ് ഓഫ് പ്രോജക്റ്റ് ആണ്. ആൻഡ് ഇതിൽ പ്രോജക്റ്റ് സൈസ് മോർ ദാൻ 300 കിലോ ലൈൻസ് ഓഫ് കോഡ് ആയിരിക്കും. ആൻഡ് ഇത് ലാർജ് പ്രോജക്റ്റ് ആണ്. ആൻഡ് ടീം സൈസും ലാർജർ ആയിരിക്കും. ആൻഡ് ഹൈലി കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോജക്റ്റാണ് എംബഡഡിൽ വരുന്നത്. കൊക്കോമോ മോഡൽ നമ്മൾ പഠിച്ചപ്പോൾ 2 ഫോർമുലാസ് പഠിച്ചു. അതിൽ കോൺസ്റ്റൻറ്റ് വാല്യൂസൊക്കെ ഉണ്ട്. അപ്പോൾ ആ കോൺസ്റ്റൻറ്റ് വാല്യൂസ് നമ്മൾ ടേബിളിൽ നിന്ന് കറക്റ്റ് എടുത്ത് എഴുതണമെങ്കിൽ ഒരു പ്രോജക്റ്റ് ഓർഗാനിക് ആണോ, സെമി ഡിറ്റാച്ച്ഡ് ആണോ, എംബഡഡ് ആണോ എന്ന് ആദ്യം നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റണം. അപ്പോൾ അതിൻ്റെ ക്രൈറ്റീരിയ ആണ് ഇത്. പ്രോജക്റ്റ് സൈസ് 2 to 50 KLOC ആണെങ്കിൽ അത് ഓർഗാനിക് ആയിരിക്കും. 50 to 300 ആണെങ്കിൽ അത് സെമി ഡിറ്റാച്ച്ഡ് ആയിരിക്കും. പിന്നെ എംബഡഡ് ആണെങ്കിൽ മോർ ദാൻ 300 ആയിരിക്കും. പിന്നെ എംബഡഡ് ആണെങ്കിൽ ഹൈ കോംപ്ലക്സിറ്റി ഉള്ളതാണ്. സെമി ഡിറ്റാച്ച്ഡ് ആണെങ്കിൽ കോംപ്ലക്സും അല്ല സിമ്പിളും അല്ല. ഓർഗാനിക് ആണെങ്കിൽ സിമ്പിളായിരിക്കും. അപ്പോൾ ഈ ഒരു ബേസിക്സ് ഇതറിഞ്ഞാലേ നമുക്ക് കൊക്കോമോ മോഡലിൽ എന്തെങ്കിലും പ്രോബ്ലംസ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടെങ്കിൽ സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്